സ്റ്റുഡൻസ്, ഐ എം ശ്രീജ. എം.കോം ഫസ്റ്റ് സെമസ്റ്ററിലെ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാനേജറിയൽ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. യൂണിറ്റ് 2 ദി ഫേം, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിസിഷൻ ഇഷ്യൂസ്. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കുറിച്ചും അതുപോലെ പലതരത്തിലുള്ള ഫേമുകളെ കുറിച്ചും സ്ഥാപനത്തിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചുമെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചാണ്. മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലാതെ മറ്റു പല ലക്ഷ്യങ്ങളും ഒരു ഫേമിന് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഏറ്റവും മെയിനായിട്ടുള്ള ലക്ഷ്യം, ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കും? ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ഏതൊരു ഫേമിൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ അക്കൗണ്ടിങ് പ്രോഫിറ്റിനെ കുറിച്ചും എക്കണോമിക് പ്രോഫിറ്റിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ മെയിനായിട്ടുള്ള മറ്റ് ലക്ഷ്യങ്ങളിലേക്ക് കടക്കാം. ലാഭം ഉണ്ടാക്കുക മാത്രമല്ല മറ്റു പല ലക്ഷ്യങ്ങളും ഏതൊരു ഫേമിനും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഫേം മേ ആൾസോ എയിംസ് ടു എന്തൊക്കെയാണ്, മറ്റ് എയിംസ് എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാക്സിമൈസ് സെയിൽസ് റവന്യൂ. മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം എന്താണ്? സെയിൽസ് കൂട്ടുക, മാക്സിമം സെയിൽസ് കൂട്ടുക, വിൽപ്പന കൂട്ടി ലാഭം ഉണ്ടാക്കുക. വിൽപ്പന കൂട്ടിയാലും എന്ത് ചെയ്യാൻ പറ്റും? സ്ഥാപനങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ ഒരു സ്ഥാപനം മാനുഫാക്ചർ ചെയ്യുന്നത്, പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ഒക്കെ ചെയ്യുന്നത് എന്തിനാണ്? അത് വിൽക്കണം, മാർക്കറ്റിൽ കൊണ്ടുപോയി അത് കൺസ്യൂമേഴ്സിന് വിറ്റ് ലാഭം ഉണ്ടാക്കണം. അപ്പോൾ ആ സെയിൽസ് കൂട്ടിക്കഴിഞ്ഞാൽ അതിന് മറ്റ് പല ലക്ഷ്യങ്ങളും അതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലൂടെ വരുമാനം ഉണ്ടാക്കുക, മാക്സിമം സെയിൽസ് കൂട്ടിക്കൊണ്ട് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു എയിം ഓരോ ഫേമിനും ഉണ്ടായിരിക്കും. ദെൻ അടുത്തൊരു എയിം പറയുന്നത് മാക്സിമൈസ് ഗ്രോത്ത് റേറ്റ് ഓഫ് ദി ഫേം. ഗ്രോത്ത് റേറ്റ്, സ്ഥാപനത്തിൻ്റെ മാക്സിമം വളർച്ച, ഗ്രോത്ത് റേറ്റ് ഓഫ് ദി ഫേം മാക്സിമം, അത് പല രീതിയിലും സ്ഥാപനം എന്ത് ചെയ്യുക? വളർന്നുകൊണ്ടുവരിക, ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ഗ്രോത്ത് റേറ്റിലേക്ക് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യം, അത് ഏത് വിധേനയും അതിലേക്ക് ആ ഗ്രോത്തിലേക്ക് അങ്ങോട്ട് എത്തിച്ചേരുക എന്നുള്ള ഒരു എയിം ഏതൊരു ഓർഗനൈസേഷനും ഉണ്ടാകും. ദെൻ നെക്സ്റ്റ് എയിം പറയുന്നത് മാക്സിമൈസ് മാനേജേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലിറ്റി. ഒരു സ്ഥാപനം മാനേജ് ചെയ്യുന്നത് ആരാണ്? ലീഡ് ചെയ്യുന്ന ആളാരാണ്? മാനേജേഴ്സ് ആണ്. അപ്പോൾ മാനേജേഴ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, മാനേജർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ സ്ഥാപനത്തിനെ മൊത്തത്തിൽ നമുക്ക് നല്ലൊരു രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ മാനേജർ എങ്ങനെ സാറ്റിസ്ഫൈ ആകും? മാനേജർ എന്താണോ ഒരു സ്ഥാപനത്തിൽ ചെയ്യുന്നത്, എന്തൊക്കെ വർക്കാണോ മാനേജർ ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് എന്നിങ്ങനെയുള്ള മാനേജ്മെൻറ്റിൻ്റെ മാനേജീരിയൽ ഫങ്ഷൻസ് ഒക്കെ മാനേജർ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ബെനിഫിറ്റ് മാനേജർക്ക് കിട്ടുകയാണെങ്കിൽ, സാലറി ആയിട്ടും മറ്റു ആനുകൂല്യങ്ങളായിട്ടും അതുപോലെ നല്ലൊരു സ്റ്റാറ്റസ്, നല്ലൊരു റെപ്യൂട്ടേഷൻ, മാനേജർ ഉദ്ദേശിച്ച രീതിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണെങ്കിൽ, ഒരു യൂട്ടിലിറ്റി സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണെങ്കിൽ അതും സ്ഥാപനത്തിനെ നല്ല രീതിയിൽ ഒരു ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതും സ്ഥാപനത്തിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്, മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഏൺ സാറ്റിസ്ഫാക്ടറി പ്രോഫിറ്റ്. അപ്പോൾ ഒരു സ്ഥാപനത്തിന് ലാഭം ഉണ്ടാക്കണം. എങ്ങനെയുള്ള ലാഭം ഉണ്ടാക്കണം? സാറ്റിസ്ഫാക്ടറി പ്രോഫിറ്റ്. ലാഭം നമുക്ക് ഏതൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും അതിനെന്തുണ്ടാവും? ഒരു റിസ്ക് ഫേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ പ്രോഫിറ്റ് ഉണ്ടാകും. ആ പ്രോഫിറ്റ് തന്നെ ഒരു നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് സ്ഥാപനത്തിൻ്റെ മറ്റൊരു എയിം. ദെൻ അതുപോലെ തന്നെ എൻഷുർ ലോങ് ടേം സർവൈവൽ. കുറച്ച് കാലത്തേക്ക് മാത്രമല്ല, ഒരുപാട് കാലം ഒരു സ്ഥാപനം നിലനിൽക്കണം എന്നാണ് ഏതൊരു ഫേമും തുടങ്ങുമ്പോൾ അതിൻ്റെ ഓണേഴ്സ് ആഗ്രഹിക്കുക. അപ്പോൾ ഒരു സ്ഥാപനം ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ, ഒരേ ലെവലിൽ അല്ലെങ്കിൽ മെച്ചപ്പെട്ട് അതിൻ്റെ ഒരു ഗ്രോത്ത് ലെവലിൽ ഒരുപാട് കാലം സർവൈവ് ചെയ്ത് നിൽക്കണമെങ്കിൽ അതിന് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കണം, മാർക്കറ്റിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം, ലാഭം ഉണ്ടാക്കണം, മാക്സിമം സെയിൽസ് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ അതിന് ഒരുപാട് കാലം കസ്റ്റമറെ സാറ്റിസ്ഫൈ ആക്കിക്കൊണ്ട് നമ്മൾ ഒരു സൊസൈറ്റിയിൽ ഒരുപാട് കാലം പിടിച്ചു നിൽക്കാനായിട്ട് ലോങ് ടേം സർവൈവൽ സാധിച്ചിരിക്കണം എന്നുള്ളതും സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവാണ്. ഇതല്ലാതെ അഡീഷണൽ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള മറ്റു ലക്ഷ്യങ്ങളും ഒരു ഓർഗനൈസേഷൻ ഫേമിന് ഉണ്ട്. എന്തൊക്കെയാണ് സ്ഥാപനത്തിൻ്റെ മറ്റു ലക്ഷ്യങ്ങൾ? എന്തൊക്കെയാണ്? എൻട്രി പ്രിവെൻഷൻ.
അപ്പോൾ ആരെയാണ് പ്രിവെന്റ് ചെയ്യുന്നത്? കോമ്പറ്റീറ്റേഴ്സ് പ്രവേശിക്കുന്നത് തടയുക. അപ്പോൾ ഏതൊരു ഫേമിനും ചലഞ്ചിങ് ആയിട്ട് വെല്ലുവിളിയായിട്ടുള്ളത് ആരാണ്? കോമ്പറ്റീറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യണോ, ഒരു ഫേം നല്ല രീതിയിൽ പോകുന്നു, ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ അവിടെ ആര് വരാൻ ചാൻസ് ഉണ്ട്? കോമ്പറ്റീറ്റേഴ്സ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റ് കോമ്പറ്റീറ്റേഴ്സ് വെല്ലുവിളിയായിട്ട് സ്ഥാപനത്തിന് അവിടെ തടസ്സങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആരാണോ വരുന്നത് അവരെന്ത് ചെയ്യണം? അവരെ പ്രിവെന്റ് ചെയ്യണം. മാർക്കറ്റിൽ അവർ വരാതെ അവരെ പ്രിവെന്റ് ചെയ്ത് നിൽക്കുക എന്നുള്ള ഒരു എയിമുണ്ട്. അതുപോലെ തന്നെ റിസ്ക് അവോയ്ഡ് ചെയ്യുക. ഏതൊരു ബിസിനസ്സിലും എന്തുണ്ടായിരിക്കും? റിസ്ക് ഉണ്ടായിരിക്കും. നഷ്ടസാധ്യത അത് ഫ്യൂച്ചർ അൺസർട്ടൈൻ ആണ്. അൺസർട്ടൈൻ ആയിട്ടുള്ള അനിശ്ചിതത്വമുള്ള ഫ്യൂച്ചറിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അവിടെ എന്തുണ്ടാവാം? റിസ്ക് ഉണ്ടാവാം. ഏതൊരു ബിസിനസ്സിലും റിസ്ക് ഉണ്ടാവാം. അപ്പോൾ ആ റിസ്കിനെ നമ്മൾ എന്ത് ചെയ്യണം? റിസ്കിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എയിം തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. റിസ്കിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, റിസ്ക് വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ അതിനെ കുറച്ച് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാനോ നമ്മൾ ശ്രമിക്കണം. ഒരു ശ്രമം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാർക്കറ്റിൽ നല്ലൊരു മാർക്കറ്റ് പൊസിഷനിലേക്ക് എത്തണം എന്നുള്ള ഒരു എയിമുണ്ട്. മാർക്കറ്റിൽ നല്ലൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാനും കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഒരു നല്ലൊരു സ്ഥാനം കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ഉണ്ടാക്കിയെടുക്കുക, മാർക്കറ്റിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവിൽ പെടുന്നതാണ്. ദെൻ സ്ട്രെങ്ത് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ. നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിലൊക്കെ പ്രോഡക്റ്റിൻ്റെ പേര്, കമ്പനിയുടെ പേര്, ആ ബ്രാൻഡ് നെയിം, ബ്രാൻഡ് മാർക്ക് അത് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആകുന്ന രീതിയിൽ, ഓർമ്മ വരുന്ന രീതിയിൽ ആ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക, ആ ഒരു വിശ്വാസം, ലോയൽറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഏതൊരു ഓർഗനൈസേഷന്റെയും ഒബ്ജക്റ്റീവ്സ്. അല്ലാതെ ലാഭം ഉണ്ടാക്കിയെടുക്കുക മാത്രമല്ല, മറ്റേ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളും സ്ഥാപനത്തിന് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മൾ ഏതിലേക്ക് എത്തും? ലാഭത്തിലേക്ക് എത്തും. അപ്പൊ ഇത്രയാണ് നമുക്കിതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് വാട്ട് ഈസ് വാല്യൂ മാക്സിമൈസേഷൻ. അപ്പോൾ ഒബ്ജക്റ്റീവ്സിലേക്കൊക്കെ എത്തണമെങ്കിൽ അവിടെ എന്ത് വേണമെന്നാണ് പറയുന്നത്? വാല്യൂ വേണം. ഒരു വാല്യൂവിലേക്ക് എത്താം, വാല്യൂ മാക്സിമൈസേഷനിലേക്ക് എത്താം. അതായത് ഷോർട്ട് ടേം ആയിട്ടുള്ള കുറച്ച് കാലത്തേക്കുള്ള ഒരു ലാഭം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതിൽ നിന്നൊക്കെ ആധുനികമായിട്ടുള്ള മോഡേൺ ഫേമുകളൊക്കെ മാറിക്കഴിഞ്ഞു. ആ ഒരു ചിന്താരീതി ട്രഡീഷണൽ ആയിട്ടുള്ള ചിന്താരീതിയിൽ നിന്നൊക്കെ മാറി മോഡേൺ ഫേമുകൾ ഒരുപാട് ഹൈ ലെവലിലേക്കൊക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? ഇതിൽ ഉദ്ദേശിക്കുന്നത് വാല്യൂ മാക്സിമൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാല്യൂ മാക്സിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന വാല്യൂ മാക്സിമൈസേഷൻ. മോഡൽ ഫേംസ് ഓഫൺ ഫോക്കസ് ഓൺ മാക്സിമൈസിങ് ദി വാല്യൂ ഓഫ് ദി ഫേം റാദർ ദാൻ ഷോർട്ട് ടേം പ്രോഫിറ്റ്. നമ്മൾ കുറച്ച് കാലത്തേക്കുള്ള ആ ഒരു ലാഭം ഉണ്ടാക്കുക എന്നുള്ളതിൽ നിന്നൊക്കെ മാറി നമ്മൾ എന്തിനാണ് ഫേമുകൾ ശ്രമിക്കേണ്ടത്? ലോങ് ടേം ആയിട്ടുള്ള ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, മൂല്യം ഉണ്ടാക്കിയെടുക്കുക. ഒരു മറ്റാളുകളുടെ ഇടയിൽ, സൊസൈറ്റീൻ്റെ ഇടയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഒരു നിലയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഫേം മേ സാക്രിഫൈസ് ഷോർട്ട് ടേം പ്രോഫിറ്റ്സ് ടു അച്ചീവ് ഹയർ ഫ്യൂച്ചർ പ്രോഫിറ്റ്. അതിനു വേണ്ടി ഫേമുകൾ എന്ത് ചെയ്യണം? സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണം? ഷോർട്ട് ടേം ആയിട്ടുള്ള ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ കുറച്ച് കാലത്തേക്കുള്ള ഈ ഷോർട്ട് ടേം പ്രോഫിറ്റിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫ്യൂച്ചറിൽ നമുക്ക് ഹയർ പ്രോഫിറ്റ് നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇപ്പോഴത്തെ കാര്യം മാത്രം നോക്കരുത്. ഏതൊരു സ്ഥാപനം എന്ത് ചെയ്യണം? ഫ്യൂച്ചറിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ആ ഫ്യൂച്ചറിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ചെറിയ ത്യാഗങ്ങളാണെങ്കിലും അത് നല്ലതാണ് എന്നുള്ളതാണ്. അത് സാക്രിഫൈസ് ചെയ്താലേ നമുക്ക് ഫ്യൂച്ചറിലെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Then goal is to increase the overall wealth of the firm. അപ്പോൾ മൊത്തത്തിലുള്ള ലക്ഷ്യം, സ്ഥാപനത്തിന്റെ ഗോൾ എന്തായിരിക്കണം? ഓവറോൾ വെൽത്ത് ഓഫ് ദി ഫേം ആയിരിക്കണം. കുറച്ച് പ്രോഫിറ്റോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ കുറച്ച് കാര്യങ്ങളോ അല്ല, മൊത്തത്തിലുള്ള ഒരു വെൽത്ത്, സമ്പാദ്യം, ഒരു സ്ഥിരത അത് മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്
ആയിരിക്കണം ഏതൊരു ഫേമിന്റെയും ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എന്താ പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മളിപ്പോ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല, എന്നാലും അവരെന്ത് ചെയ്യാണ്, അതിൽ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, റിസർച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഡെവലപ്മെന്റിലും റിസർച്ചിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗവേഷണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിലൊരു മെച്ചമില്ലെങ്കിലും അത് പിന്നീടത്തേക്കുള്ള ഒരു ഗുണം അതിന് കിട്ടും എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ എങ്ങനത്തെ പ്രോഡക്റ്റ് വേണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യാം, എന്തൊക്കെ ആയിരിക്കണം കൺസ്യൂമേഴ്സിന് ഇഷ്ടം, മാർക്കറ്റിൽ ട്രെൻഡ് എന്തായിരിക്കും എന്നുള്ളതൊക്കെ മുൻകൂട്ടി നമ്മൾ ഗവേഷണം ചെയ്യുന്നതിനും ഡെവലപ്മെന്റിനൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, പിന്നീട് അത് ഫ്യൂച്ചറിലേക്ക് അതിനൊരു ഗുണം കിട്ടും. അങ്ങനെ നമ്മൾ വാല്യൂ മാക്സിമൈസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ദെൻ ഇൻവെസ്റ്റ് ഇൻ മാർക്കറ്റിംഗ് ആൻഡ് ന്യൂ ടെക്നോളജി. അപ്പോൾ മാർക്കറ്റിങ്ങിലും അത് അഡ്വർടൈസ്മെന്റ് അതുപോലെ തന്നെ മറ്റു പ്രൊമോഷൻ ആക്ടിവിറ്റീസിലൊക്കെ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പുതിയ ടെക്നോളജി വാങ്ങി അത് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് അപ്പോൾ അതിനുള്ള മെച്ചം അല്ലെങ്കിൽ ബെനിഫിറ്റ് അപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിലും പിന്നീടത്തേക്ക് ഫ്യൂച്ചറിലേക്ക് അതിന് ഒരു വലിയ ഗുണം ചെയ്യും. അങ്ങനെ നമുക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ ആ ഫ്യൂച്ചർ പ്രോഫിറ്റ് നമുക്ക് ഇപ്പോൾ എങ്ങനെ കണക്ക് കൂട്ടാനായിട്ട് സാധിക്കും, അങ്ങനെ ആ ഒരു കാൽക്കുലേഷനും ഫേമിനകത്ത് നടന്നിരിക്കണം. നമ്മൾ ഇപ്പോഴത്തെ നമ്മളിപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. ഇന്നത്തെ വാല്യൂ, ഫ്യൂച്ചറിലുള്ള പ്രോഫിറ്റിന്റെ ഇന്നത്തെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം, എക്കണോമിസ്റ്റിന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. എങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക? ദി വാല്യൂ ഓഫ് ദി ഫേം ഈസ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. അങ്ങനെ നമുക്ക് എന്താണ് ഒരു ഫേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതാണ്. എങ്ങനെയാണ് ഫേമിന്റെ വാല്യൂ, എന്താണ് ഫേമിന്റെ വാല്യൂ എന്ന് പറയുന്നത്? ഈസ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. ഇപ്പോഴത്തെ പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ഫ്യൂച്ചർ പ്രോഫിറ്റ്, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ലാഭത്തിന്റെ പ്രസന്റ് വാല്യൂ ആണ് ദി വാല്യൂ ഓഫ് ദി ഫേം എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു ഫോർമുല നമുക്ക് പഠിക്കാനുണ്ട്. അതിന് പ്രോബ്ലം ഒന്നും വരില്ലെങ്കിലും നമുക്ക് ഈ ഒരു ഫോർമുല അവിടെ പഠിച്ചു വെക്കുക. എന്താണ് ഫോർമുല? PV. എന്താണ് PV എന്ന് പറഞ്ഞാൽ? പ്രസന്റ് വാല്യൂ. PV എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. ഫ്യൂച്ചർ പ്രോഫിറ്റിന്റെ പ്രസന്റ് വാല്യൂനെയാണ് നമ്മൾ PV കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ PV ഈക്വൽ pi1 divided by 1 plus r plus pi2 divided by 1 plus r raised to 2 plus നമ്മൾ എത്ര വർഷത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണോ അതിൻ്റെ ഒരു ഡിനോട്ട് ചെയ്യാനായിട്ട് πn divided by 1 plus r raised to n എന്നുള്ള ഒരു ഇക്വേഷൻ ആണ്, ഒരു ഫോർമുലയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ പ്രോബ്ലം ഒന്നും വരുന്നില്ല, നിങ്ങൾ ഈ ഫോർമുല പഠിച്ചു വെക്കുക. ഇവിടെ PV കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്, പൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്. നമ്മൾ ഫ്യൂച്ചറിൽ നമുക്ക് എത്രയാണോ പ്രതീക്ഷിക്കുന്ന ലാഭം അതാണ് പൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആർ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് റേറ്റ്. നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടിയേക്കാവുന്ന ഡിസ്കൗണ്ടുകൾ, കിഴിവുകൾ കിട്ടാം. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്കൗണ്ട് റേറ്റുകളാണ് നമ്മൾ ആർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ടി എന്ന് പറയുന്നത് ടൈം, എത്ര കാലത്തേക്കാണ്, നമ്മൾ എത്ര വർഷത്തെ ലാഭം കണക്ക് കൂട്ടുന്നുണ്ട്, 2 വർഷത്തെയോ 5 വർഷത്തെയോ 10 വർഷത്തെയോ വരെ നമുക്ക് ഫ്യൂച്ചർ പ്രോഫിറ്റ് നമുക്കിപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാം. ദെൻ വാല്യൂ ഓഫ് ദി ഫേം, ഫേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: പ്രോഫിറ്റ് ഈക്വൽ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. ശരിക്കും ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നതാണ്? ടോട്ടൽ റവന്യൂവിൽ നിന്ന്. ഒരു ഫേമിന്റെ ടോട്ടൽ റവന്യൂ എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് നമുക്ക് കുറയ്ക്കുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്ച്വൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് ദി ഫേം ഈസ് ഈക്വൽ ടു TR, ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ 1 plus R.
ഇതിലെ എക്സ്പ്ലനേഷൻ വരുന്നത് ടി ആർ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ റവന്യൂ. ടി ആർ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ, ടി സി എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ്, ആർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഡിസ്കൗണ്ട് റേറ്റ് ആണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് അത് കോമൺ, നമ്മൾ 1 യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് ഇക്വേഷനിൽ വരുന്നുണ്ട്. then thus maximizing future profit increases firm's value. അങ്ങനെ നമ്മൾ ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുകയാണെങ്കിൽ ഫേമിന്റെ വാല്യൂ ഇൻക്രീസ് ആവും. അതാണ് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ദെൻ ഒരു ഫിഗർ കൂടി അവിടെ തന്നിട്ടുണ്ട്. ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഫോം, ഫാമിലെ വാല്യൂ എങ്ങനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും? ഒരു ഇക്വേഷൻ കൂടി ഇവിടെ വരുന്നുണ്ട്. സിഗ്മ അതിന് മോഡലായിട്ട് n ആണ്. ദെൻ താഴെ t - 1, ദെൻ ടി ആർ മൈനസ് ടി സി. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ 1+r⁻1, ഓർ എത്രയാണോ വർഷമുള്ളത് അതാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ഫോർമുല പറഞ്ഞ ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇക്വേഷനിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടെന്നല്ലാതെ മറ്റെല്ലാ കാര്യങ്ങളും കോമൺ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂ ഓഫ് ആർ, ഇവിടെ ആർ എന്ന് പറയുന്നത് വാല്യൂ അത് എന്തൊക്കെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അതിൽ റിസ്കിനെസ് ഓഫ് ദി ഫേം. അപ്പോൾ ആർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ആർ എന്താണ്? ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ഇവിടെ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞതാണ് ഡിസ്കൗണ്ട് റേറ്റ് ആണ് ആറ്. അപ്പോൾ ഈ ആർ എന്ന് പറഞ്ഞ ഷോർട്ട് ആർ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്ത്? ഡിസ്കൗണ്ട് റേറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? റിസ്കിനെസ് ഓഫ് ദി ഫേം, സ്ഥാപനത്തിന്റെ റിസ്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ കണ്ടീഷൻസ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ് അറിയാവുന്നതാണ്. ഷെയർ മാർക്കറ്റിൽ ക്യാപിറ്റൽ ഡിബെഞ്ചർ, ബോണ്ട്, ഷെയർ, അങ്ങനെ ഇതിൽ എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ വരുന്ന ചേഞ്ചസ് നമ്മൾക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എപ്പോഴും അതിൽ കണ്ടീഷൻ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ വരുന്ന കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ടി ആർ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഡിമാൻഡ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമുക്ക് എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഫേമിന്റെ പ്രോഡക്റ്റുകൾക്ക് എത്ര ഡിമാൻഡ് ഉണ്ടാവാം എന്നുള്ളത് തീർച്ചയായിട്ടും ഫോർകാസ്റ്റ് ചെയ്യാം. ഏതൊരു ഫേമും ഫോർകാസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ എത്ര ഡിമാൻഡ് വരും, നമ്മൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണോ, ഫോണാണോ അല്ലെങ്കിൽ ബൈക്കാണോ കാറാണോ ലാപ്ടോപ്പ് ആണോ, എന്താണോ പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് അതിന് ഫ്യൂച്ചറിൽ ഡിമാൻഡ് വരാൻ ചാൻസ് ഉണ്ടോ, അതോ കുറയുമോ എന്നുള്ള ആ ഒരു പ്രഡിക്ഷൻ. എ സി ഒക്കെ നമുക്കിപ്പോൾ നല്ലോണം ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പരിധി വരെ നമുക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വലിയ മിസ്റ്റേക്കുകളൊന്നും അതിൽ വരാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടി ആർ എന്ന് പറയുന്നത്. ദെൻ പ്രൈസിങ് എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യാറുണ്ട്. അത് നമുക്ക് എപ്പോഴും ഒരു ഹൈ പ്രൈസും ആവില്ല, ലോ പ്രൈസും ആവില്ല, ഒരു ആവറേജ് പ്രൈസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പോൾ അതും ഒരു ലെവൽ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ആകുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് ആയിരിക്കണം. ദെൻ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, പുതിയ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊരു കമ്പനിയും ഇന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ പ്രോഡക്റ്റിൽ ഇന്നോവേഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം, ന്യൂ പ്രോഡക്റ്റുകൾ. അപ്പോൾ ഫ്യൂച്ചറിൽ ഇനി നാളെ നമുക്ക് എങ്ങനെയായിരിക്കണം, അടുത്ത വർഷം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നത്തെ വർഷം എങ്ങനെയായിരിക്കണം, കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം? അവിടെ പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിരിക്കും, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടി ആർ, ടോട്ടൽ റവന്യൂ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത് ഒരു ഫേം കൊണ്ടുപോകുന്നതിനെ ബേസ് ചെയ്തിരിക്കാം ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം? പ്രൊഡക്ഷൻ ടെക്നിക്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ചെലവ് ചുരുക്കാനായിട്ട് പ്രൊഡക്ഷൻ ടെക്നിക്ക് നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ അവിടുത്തെ കോസ്റ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ്, ചെലവും മറ്റു കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രോസസ് ഡെവലപ്മെന്റ്, പല പ്രോസസ്സിലൂടെ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ റവന്യൂ, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് റേറ്റ് ആണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഫേമിന്റെ വാല്യൂ